എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വെറും 4 ചേരുവകൾ വെച്ചിട്ട് നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റുന്ന നല്ല പഞ്ഞി പോലത്തെ ഒരു കേക്കാണ്. ഈ ഒരു കേക്കിന്റെ കൂടെ തന്നെ വൈറ്റ് ചോക്ലേറ്റോ ക്രീമോ ഒന്നും തന്നെ ഇല്ലാതെ നമ്മുടെ വീട്ടിൽ സാധാ എപ്പോഴും കാണുന്ന ചേരുവകൾ വെച്ചിട്ട് നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റുന്ന ഒരു വൈറ്റ് ചോക്ലേറ്റ് ഗനാഷോയുടെ റെസിപ്പിയും കൂടെ കാണിക്കുന്നുണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണ് കേട്ടോ. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗുഡ്ഡയുടെ ചോക്കോ ചിപ്സിന്റെ 2 പാക്കറ്റ് ബിസ്ക്കറ്റ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹൈഡ് ആൻഡ് സീക്കിന്റെ ചോക്കോ ചിപ്സിന്റെ ഒരു ചെറിയ പാക്കറ്റും എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ 325 ഗ്രാം ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ബിസ്ക്കറ്റ് മിക്സിയിൽ ഒന്ന് പൊടിച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ പൊടിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് 2 കപ്പ് അളവിൽ ബിസ്ക്കറ്റ് പൊടി കിട്ടണം. ബിസ്ക്കറ്റ് എല്ലാം കൂടെ പൊടിച്ചിട്ട് നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി മിക്സിയുടെ ഈ ചെറിയ ജാറിലേക്ക് നമുക്ക് ബിസ്ക്കറ്റ് ഇട്ട് കൊടുത്തിട്ട് ഒരു 3 തവണയായിട്ട് നല്ല ഫൈനായിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. നമ്മളെടുത്ത മുഴുവൻ ബിസ്ക്കറ്റ് നല്ലപോലെ തന്നെ ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ പൊടിച്ചെടുത്തതിന് ശേഷം ചെറിയ ചെറിയ കട്ടകളായിട്ട് കിടപ്പുണ്ടെങ്കിൽ കൈ വെച്ചിട്ട് തന്നെ ചെറിയ കട്ടകൾ ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ പൊടിച്ചെടുത്ത ഈ ബിസ്ക്കറ്റ് പൊടി ഞാനൊന്ന് അളന്ന് കാണിക്കാം എത്ര കപ്പ് ഉണ്ടെന്ന്. അപ്പോൾ 250 ml ഈ ഒരു കപ്പിൽ 2 കപ്പ് ഒരു 2 ടേബിൾ സ്പൂൺ ബിസ്ക്കറ്റ് പൊടി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ബിസ്ക്കറ്റിൽ ക്രീമും ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ മധുരം കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് പഞ്ചസാര പൊടിച്ച് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരപ്പൊടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഈ കേക്ക് നല്ലപോലെ തന്നെ ഒന്ന് പൊങ്ങി കിട്ടാൻ നല്ല സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ട് നമുക്കൊരു 3/4 ടേബിൾ സ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ടേബിൾ സ്പൂൺ ആണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ടേബിൾ സ്പൂണിൽ നമ്മളൊരു 3/4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കണം. ടീസ്പൂൺ ആണെങ്കിൽ ഒരു 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ 3/4 ടേബിൾ സ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട 4ാമത്തെ ചേരുവ പാലാണ്. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് അതായത് 250 ml പാൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ 250 ml പാൽ നമുക്ക് ഇതിലേക്ക് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യം വരില്ല. കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ പച്ചപ്പാലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഫ്രിഡ്ജിൽ വെച്ച പാലാണെങ്കിൽ അതിൻ്റെ തണുപ്പ് നന്നായിട്ട് പോയതിനു ശേഷം മാത്രം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ പാലും കൂടി ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ട് തന്നെ ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഈ ഒരു കേക്കിൻ്റെ ബാറ്ററിൻ്റെ ഒരു പരുവം. ഈ ഒരു പരുവത്തിന് നമ്മൾ ആക്കിയിട്ട് എടുക്കുക. ഇതിൽ ഒരുപാട് ലൂസായിട്ടൊന്നും പോവരുത്. നമ്മൾ 1 കപ്പ് പാലെടുത്തതിൽ എനിക്കൊരു 4 ടേബിൾ സ്പൂൺ പാല് മിച്ചം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കേക്ക് ഞാൻ ബേക്ക് ചെയ്യുന്നത് ഇതുപോലത്തെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടാണ്. ഈ ഒരു പാത്രത്തിൻ്റെ ഉള്ളിൽ ഞാനൊരു ബട്ടർ പേപ്പർ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഓയിൽ നന്നായിട്ട് എല്ലായിടത്തും തൂത്ത് കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ഇതിലൊന്ന് തേച്ച് കൊടുത്തതിന് ശേഷം ഈ ഒരു കേക്കിൻ്റെ ബാറ്ററും കൂടെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ചെറിയതായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് കൊട്ടി കൊടുക്കാം, എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു കേക്ക് നമ്മൾ ബേക്ക് ചെയ്യുന്നത് ഇതുപോലൊരു പാൻ അടിയിൽ വെച്ച് കൊടുത്തിട്ട് ഈ ഒരു പാത്രം അതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് നമ്മൾ ബേക്ക് ചെയ്തിട്ടെടുക്കുന്നത്. അടിയിൽ വെച്ചിരിക്കുന്ന ഈ ഒരു പാൻ 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മളൊന്ന് പ്രീ ഹീറ്റ് ചെയ്തിട്ടെടുക്കണം. ഇനി ഈ മൂടി വെച്ച് അടച്ചു കൊടുത്തിട്ട് നമുക്ക് ഈ കേക്ക് നന്നായിട്ടൊന്ന് ബേക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതുപോലെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലുള്ള ഈ ഒരു ഹോള് നമ്മൾ എന്തെങ്കിലും വെച്ചൊന്ന് അടച്ചു വെച്ച് കൊടുക്കണം. ആവി വെളിയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ഒരു 30-35 മിനിറ്റ് ആകുമ്പോഴത്തേക്കും തന്നെ നമുക്ക് കേക്ക് നല്ല പോലെ തന്നെ ബേക്കായിട്ട് കിട്ടും. അപ്പോൾ ഇതൊരു 35 മിനിറ്റോളം ആയിട്ടുണ്ട് കേട്ടോ. ഞാനിതൊന്ന് തുറന്ന് നോക്കുകയാണ്. കേക്കിൻ്റെ ഉൾവശം വെന്തിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്കൊരു കത്തിയോ അല്ലെങ്കിൽ ഇതുപോലൊരു സ്റ്റിക്കോ ഉപയോഗിച്ചൊന്ന് കുത്തി നോക്കാം. അപ്പോൾ സ്റ്റിക്ക് ഇവിടെ നല്ല ക്ലീൻ ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ കേക്ക് ഇവിടെ നല്ല പോലെ തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. കേക്ക് നല്ല പോലെ തന്നെ ഒന്ന് തണുത്ത് വന്നതിന് ശേഷം നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ ചൂടൊക്കെ നല്ല പോലെ തന്നെ ഒന്ന് പോയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ പാത്രത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഈ കേക്ക് എടുക്കാം. ഈ ഒരു ബട്ടർ പേപ്പറും കൂടെ ഞാൻ എടുത്ത് കളഞ്ഞേക്കാണ്. അപ്പോൾ കണ്ടില്ല, നല്ല അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇതിന് മുമ്പ് ഓറിയോ ബിസ്ക്കറ്റ് വെച്ചിട്ടും പിന്നെ ഒരു ബോർബോണിൻ്റെ ക്രീം അകത്തുള്ള ബിസ്ക്കറ്റ് വെച്ചിട്ടും കേക്ക് ചെയ്തിട്ടുണ്ട്. അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്ക് തന്നെയാണ് കേട്ടോ. പക്ഷെ ഒരു പൊടിക്ക് ടേസ്റ്റ് കൂടുതൽ നമ്മുടെ ഈ ഒരു ഗുഡ്ഡയുടെ ബിസ്ക്കറ്റ് വെച്ചിട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു കേക്കിനാണ് കേട്ടോ. നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കേക്കിൻ്റെ മുകളിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വൈറ്റ് ചോക്ലേറ്റോ ക്രീമോ ഒന്നും തന്നെ ഇല്ലാതെ
വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും കൂടെ ഒന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് ഞാൻ ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ പാൽപ്പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോറും കൂടി ചേർത്ത് കൊടുക്കുകയാണ്, ചോളത്തിൻ്റെ പൊടി. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 കപ്പ് അളവിൽ, അതായത് 250 ml പാലാണ്. അപ്പോൾ 250 ml പാലും കൂടെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പാലും കൂടി ചേർത്തിട്ട് ഒട്ടും തന്നെ കട്ടകളില്ലാതെ നല്ല പോലെ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഇനി നമുക്കിത് ഗ്യാസ് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് ആദ്യം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്ന് ചൂടാക്കുക. അതിനുശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ട് ഒരു ക്രീമി ആയിട്ടുള്ള ഒരു പരിവാക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് ഏകദേശം ഇതുപോലെ ഒന്ന് കുറുകി വരുന്നുണ്ട്. പിന്നെ നമ്മളിത് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത് ഒരുപാടങ്ങ് കുറുകി പോകരുത് കേട്ടോ. ഒരുപാടങ്ങ് കുറുകി പോയി കഴിയുമ്പോഴത്തേക്ക് ഇത് തണുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെക്കും. തണുത്ത് കഴിയുമ്പോഴത്തേക്ക് ഇത് കുറച്ചും കൂടി അങ്ങ് കുറുകിയിട്ട് നമ്മൾ കേക്കിൻ്റെ മുകളിലേക്ക് ഒഴിക്കുമ്പോഴത്തേക്കും കട്ടയായിട്ട് ഇങ്ങനെ കിടക്കും. അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു കറക്റ്റ് പരുവം. ഒരുപാടങ്ങ് കുറുകി പോകാതെ ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തേക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടറും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇത് രണ്ടും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം നമ്മൾ ഓഫ് ചെയ്ത് കൊടുത്താലും ആ ഒരു ചൂടിൽ കിടന്ന് ബട്ടർ നന്നായിട്ട് ഇന്നൊന്ന് മെൽറ്റായി വന്നോളൂ. അപ്പോൾ ചോക്ലേറ്റ് ഒന്നും ഇല്ലാതെ തന്നെ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂട് നന്നായിട്ടൊന്ന് പോയതിന് ശേഷം നമുക്ക് കേക്കിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു മോൾ ഭാഗത്ത് മാത്രമാണ് ഞാൻ ഈ ഒരു സിറപ്പ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ആ ഒരു സൈഡിൽ വന്നെല്ലാം ഞാനൊന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി കേക്ക് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് കുറച്ചും കൂടി ഒന്ന് ഭംഗിയാക്കിയിട്ട് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതിന് ശേഷം കേക്കിൻ്റെ ഈ ഒരു സൈഡിൽ ഞാൻ ഡാർക്ക് ചോക്ലേറ്റ് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു സൈഡിൽ നമുക്ക് ബർത്ത്ഡേ കേക്ക് വളരെ സിമ്പിളായിട്ട് ഇതിലൊരു കേക്ക് ഉണ്ടാക്കിയിട്ട് എടുക്കണമെങ്കിൽ ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്തിട്ട് ഈ ഒരു സൈഡിൽ നമുക്ക് പേരെഴുതി കൊടുക്കാവുന്നതാണ്. പേരെഴുതാൻ വേണ്ടിയിട്ടും ഡാർക്ക് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയിട്ട് നമുക്ക് ഇതുപോലെ എഴുതാവുന്നതാണ്. ഇതിന് നമ്മൾ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് സെറ്റ് ആയതിനു ശേഷം മാത്രം മുറിക്കുക. അപ്പോൾ നമ്മുടെ കേക്കൊക്കെ ഇവിടെ നന്നായിട്ടൊന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇതിന് ഞാൻ നിങ്ങളൊന്ന് മുറിച്ച് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാല്ലാ വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.